നമസ്കാരം. എല്ലാം അനുഭവിച്ചു നിൽക്കുകയാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് എന്ന PV അൻവറിന്റെ വിലാപത്തിന് പിന്നാലെ തൃണമൂലിനെ UDF-ൽ സഹകരിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങി. KC വേണുഗോപാലാണ് ആപൽ ബാന്ധവൻ. രാത്രി KC-യുമായി നടത്തുന്ന ചർച്ചയിൽ ആശ്വാസകരമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ. അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിനെതിരെ VD സതീശൻ ശക്തമായ നിലപാടെടുത്തത്. അവിടെ നിൽക്കെ തന്നെ അൻവറിന്റെ പിന്തുണ നിർണായകമാണ് എന്നും പിണക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും K. സുധാകരൻ നിലപാടെടുത്തു. അൻവറിനെ ഒറ്റപ്പെടുത്തില്ലെന്നും സംരക്ഷിക്കുമെന്നും KC വേണുഗോപാൽ പ്രഖ്യാപിച്ചതോടെ അൻവറിനെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ അഭിപ്രായ ഭിന്നത കൂടുതൽ പ്രകടമായി. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അൻവർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാകുമോ എന്ന് ചർച്ച ചെയ്യുന്നു. ഇന്ന് എന്നോടൊപ്പം ശ്രീ ജേക്ക് സി തോമസ് CPM, ശ്രീ രാജു P. നായർ കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP, ഷെയ്ൻ പിച്ചക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നിവർ. ആദ്യം ശ്രീ രാജു P. നായർ, PV അൻവറിന്റെ ആ ദയനീയമായ അഭ്യർത്ഥന കേട്ട് കഴുത്തിൽ വെച്ചിരിക്കുന്ന ആ കത്രിക പൂട്ട് കുറച്ച് അയച്ചു കൊടുക്കുമോ? അല്ല, ഞങ്ങളാരും കത്രിക പൂട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ ചോദ്യം തന്നെ അൻവർ അകത്തോ പുറത്തോ അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങളാരും തീരുമാനിക്കേണ്ടതെന്നല്ല. ഞങ്ങൾ തീരുമാനിച്ചത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പിണറായി സത്തിനെതിരായിട്ടുള്ള, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിലെ RSS വൽക്കരണവും പോലീസിന് ഉപയോഗിച്ച നരവേട്ട ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നതും നാട്ടിൽ വർഗീയത ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നോക്കുന്ന CPM-ൻ്റെ BJP-യുടെ B ടീമായിട്ട് നിൽക്കുന്ന, ചിലപ്പോൾ A ടീമായിരിക്കും, CPM-ൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അതിനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ സന്ദേശം നൽകാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും എല്ലാം വിജയിച്ചപ്പോൾ CPM പറഞ്ഞത് ആദ്യമൊക്കെ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും പരാജയപ്പെട്ടപ്പോൾ അതൊക്കെ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നില്ലേ എന്നുള്ള ഒരു വാദമായിരുന്നു. അപ്പോൾ നിലമ്പൂർ CPM-ൻ്റെ കയ്യിലിരുന്നൊരു സീറ്റ് ഞങ്ങൾ 99-ൽ 100 നിന്നവരിൽ നിന്ന് 98-ലേക്ക് എത്തുമ്പോൾ അത് 2026-ലേക്ക് മുമ്പുള്ള 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. അവിടെ അൻവർ രാജിവെച്ചതോ അൻവർ കലാപം ഉണ്ടാക്കിയതോ ഒന്നും കോൺഗ്രസിനോട് ആലോചിച്ചല്ല. പക്ഷേ അൻവർ ആ കലാപം ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിനുള്ള അഭിപ്രായങ്ങളിലേക്ക് തന്നെ അൻവർ എത്തിയ അത് ശരിയാണ്. ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ ദേശീയ തലത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞെന്താ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്? അത് അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. അൻവർ രാജിവെച്ചത് എന്തിനാണ്? അൻവർ രാജിവെച്ചത് പിണറായിയെ താഴെ ഇറക്കാനാണ്, പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ്. അപ്പോൾ ആ അൻവറിനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അൻവറിനെ സംരക്ഷിക്കാനുള്ള കാര്യം കോൺഗ്രസ് ചെയ്യുമെന്ന് KC വേണുഗോപാൽ പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അകത്തെടുത്ത് വെക്കുക തന്നെയല്ലേ? അല്ല, അൻവറിനെ ഒറ്റപ്പെടുത്തി ആരാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താ? അൻവർ എടുത്ത നിലപാട്, ആ നിലപാട് ലക്ഷ്യത്തിലേക്ക് എത്രയ്ക്ക് കോൺഗ്രസിനൊപ്പം നിൽക്കണം അതല്ലേ അൻവർ തീരുമാനിക്കേണ്ടത്. അത് മാത്രമാണല്ലോ, എവിടെ നിൽക്കണം എന്ന് അൻവർ തീരുമാനിക്കേണ്ടതാണ്, അല്ലാണ്ട് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഘടിപ്പിച്ചിരിക്കുന്ന നിലപാട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താണ് എന്ന് തീരുമാനിച്ചു വരട്ടെ. ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ പല തലങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ളവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ തുടങ്ങും. അൻവർ രാവിലെ പറഞ്ഞത് എന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു, ദയാവധത്തിന് വിട്ടു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാം അനുഭവിച്ചു, ഞാൻ എല്ലാം അനുഭവിച്ചു നിൽക്കുകയാണ്, എനിക്ക് ഉള്ളതെല്ലാം പോയി, കാല് പിടിക്കുന്ന നേരത്ത് മുഖത്തിന് ചവിട്ടുകയാണ് എന്നാണ് അദ്ദേഹം രാവിലെ പറഞ്ഞത്. അതിനുശേഷമാണ് കത്രിക പൂട്ടിട്ട്, ഒരു കത്രിക പൂട്ടിന്റെ ഒരു പൂട്ടിൽ പിണറായി അദ്ദേഹം പറയുന്നു. അപ്പൊ കത്രിക പൂട്ടിട്ട് നിർത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ അവസ്ഥ ഇതാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷേ, അദ്ദേഹം പല കാര്യങ്ങൾക്കും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം CPM-നകത്ത് നിന്നപ്പോൾ പോലും കടന്നല്ലായും വൈകാരികമായൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ അവസാനം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു വീഴ്ച CPM-നകത്ത് നിന്നുണ്ടായത്. അപ്പോൾ CPM ചെയ്തിരിക്കുന്നതിൻ്റെ അത്രയും CPM-ൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോക്സി രാഷ്ട്രീയം കളിച്ച ഒരാളോട്, CPM-ൻ്റെ കടന്നല്ലായിരുന്ന ഒരാളോട് CPM ചെയ്ത അത്രയൊന്നും ഒന്നും സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു നിലപാടെടുക്കണം, ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. TMC-യിൽ നിന്ന് 10 മന്ത്രിമാരുൾപ്പെടെ അദ്ദേഹത്തിന് പ്രചരണത്തിൽ വരുന്നുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് മത്സരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ UDF-നൊപ്പം നിന്നുകൊണ്ട് പിണറായി സത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമോ, ആ പിണറായി സത്തെ പരാജയപ്പെടുത്താൻ UDF-ന്റെ കൂടെ നിൽക്കണമെന്ന് പൂർണ്ണമായിട്ട് 100% അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ. ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്നത് KC വേണുഗോപാൽ പറഞ്ഞതോ K. സുധാകരൻ പറഞ്ഞതോ ഒന്നും VD സതീശൻ പറഞ്ഞതൊന്നും വ്യത്യസ്തമല്ല.
ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്തായിരുന്നു, കെ മുരളീധരൻ പറഞ്ഞത് എന്തായിരുന്നു, VM സുധീരൻ പറഞ്ഞത് എന്താ, AK ആന്റണി പറഞ്ഞത് എന്താ, എല്ലാ നേതാക്കന്മാരും അൻവറിന്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് നിൽക്കുന്നത്. പിന്നെ ഓരോരുത്തരും പറയുന്ന വാക്കുകളിൽ ചിലപ്പോൾ അല്പം രൂക്ഷത ഉണ്ടാവും, ചിലപ്പോൾ ഇപ്പം മയത്തിൽ സംസാരിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും ഇതല്ലേ. ഇപ്പൊ AK ആന്റണി VD സതീശൻ പറഞ്ഞ പോലെ പറയണം എന്ന് ചോദിച്ചാൽ നടക്കില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിനപ്പുറം ഇല്ല. അൻവർ എന്ന് പറയുന്നത് അവിടെ കൂടെ നിന്നാൽ നല്ലൊരാളാണ്, കൂടെ നിന്നില്ലെങ്കിലും ജയിക്കുന്ന സാധ്യത UDF-നുണ്ട്. അൻവറിനെ സംബന്ധിച്ചോളം അൻവർ ഏറ്റെടുത്ത ഒരു പോരാട്ടം, ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിന് പിണറായി സത്തെ പരാജയപ്പെടുത്താൻ അദ്ദേഹം ഒപ്പം നിന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവകാശപ്പെടാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് മാത്രമേ അത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ശരി, ശ്രീ ജേക്സി തോമസ്, ഞാൻ കാലു പിടിച്ചപ്പോൾ എൻ്റെ മുഖത്ത് ചവിട്ടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപമാനിതനായി നിൽക്കുകയാണ്. അപ്പോഴാണ് വൈകുന്നേരം എടക്കര ഭാഗത്തൊക്കെ നിലമ്പൂരിൻ്റെ സുൽത്താൻ തുടരും എന്ന ഫ്ലക്സ് ബോർഡ് അൻവറിൻ്റെ പടത്തോടു കൂടി വന്നത്. ഈ തുടരും എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാറുള്ള, ഇപ്പോഴത്തെ ഈ സിനിമ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് കൂടിയാണ് യൂസ് ചെയ്യാറുള്ള ഒരു സംഗതിയൊക്കെയാണ്. ഇനിയിപ്പോൾ വന്ന് അൻവർ LDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നത് നമ്മൾ കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും. അതായത് ഇത്രയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധമായി കഴിഞ്ഞ ദിവസങ്ങളിലാകെ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾക്കകത്തൊന്നും ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ ഒരു റോളെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വം അലങ്കരിക്കുന്നവർക്കോ ഞങ്ങൾക്ക് ആർക്കും അതിനകത്തില്ല. വേണമെങ്കിൽ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെട്ട് അഭിപ്രായം പറയുന്ന പണി ഞങ്ങൾക്ക് ആർക്കുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ പ്രത്യേകത എന്താണ്? പ്രത്യേകത കോൺഗ്രസിൻ്റെ പ്രതിനിധി തുടക്കം മുതൽ ആവർത്തിച്ച് നമ്മളുടെ മുമ്പിൽ ഒരു പ്രതീതി നിർമ്മാണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. അത് നിലമ്പൂരിലെ മുൻ MLA-യുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഏത് കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഏക അഭിപ്രായമാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ വേണ്ടി നല്ല അധ്വാനം ചെയ്യുന്നതായി നമുക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞു. നിലമ്പൂരിലെ മുൻ MLA-യുടെ കാര്യം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല എന്ന് പറഞ്ഞത് ആരാ? CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷാണോ? അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ആണോ? ആരാണ് പറഞ്ഞത്? KPCC-യുടെ മുൻ അധ്യക്ഷനല്ലേ പറഞ്ഞത്? കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ യുക്തിസഹമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അസാധാരണ പ്രശ്നമൊന്നും നമ്മുടെ ബോധത്തിനും ചിന്തയ്ക്കും വന്നിട്ടില്ലാത്ത മുഴുവൻ മലയാളികളുടെയും മുമ്പിലല്ലേ അദ്ദേഹം മലയാള ഭാഷയിൽ തന്നെ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത്? ഇയാളുടെ കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് ഇടതുപക്ഷത്തോടല്ല പറഞ്ഞത്, സ്വന്തം പാർട്ടിയുടെ നേതാവായി ചമഞ്ഞു നടക്കുന്ന കേരളത്തിലെ നേതാവിനോട് ദിവസങ്ങൾക്ക് മുമ്പ്. ഞാൻ അതിനകത്ത് ഒരു ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കാം. K. സുധാകരൻ മാധ്യമങ്ങളെ കാണാണ്. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണ്, VD സതീശനാണ് മുന്നണിയിൽ എടുക്കാത്തതിന് പിന്നിൽ എന്നാണല്ലോ അൻവർ പറയുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് K. സുധാകരൻ അത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി എടുക്കേണ്ട തീരുമാനമാണ് എന്ന് പറഞ്ഞത്. അത് ഈ ചില ടെലിവിഷനിലെ ഒക്കെ ക്യാപ്ഷൻ അങ്ങനെ VD സതീശൻ ഒറ്റയ്ക്കെടുക്കേണ്ട എന്ന മട്ടിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നു സുധാകരൻ പല വ്യത്യസ്ത നിലപാടുകളും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യേക സെന്റൻസ് താങ്കൾ ഉദ്ദേശിച്ചത് പോലെ അല്ല. ഇല്ല, ഞാൻ എൻ്റെതായ ഒരു വാക്കോ ഒരു വാചകമോ അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതേ ഇല്ല. നമ്മുടെ നാട്ടിൽ മുഖ്യധാരാ മാധ്യമ പദവി അലങ്കരിക്കുന്ന പല ചാനലുകളും പല മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം, ആ പ്രതികരണത്തെ ഞാൻ ഓർമ്മിച്ചെടുത്ത് പങ്കുവെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്ക് ഒരു തീരുമാനമാണ് എന്നുള്ളതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോടുള്ള കേരളത്തിലെ KPCC-യുടെ മുൻ പ്രസിഡന്റ് പ്രതികരണം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോട് തന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച പല വാദങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. ആ പ്രതികരണങ്ങളോട് തന്നെ സംഘടനാ കാര്യത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നിവർ അലങ്കരിച്ച് നടത്തുന്ന മറ്റൊരാളുണ്ടല്ലോ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? KPCC-യുടെ അഭിനവ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റിന്റെ നിലപാട് എന്തായിരുന്നു? അവരാകെ ഇദ്ദേഹത്തെ തള്ളിക്കളയുകയായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ ഭാഗം എന്ന് അവരെല്ലാവരും ആവർത്തിച്ച് പറയുമ്പോൾ ഒരാൾ മാത്രമാണ് ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച അതേ വാദമുഖം അവതരിപ്പിച്ചത്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എവിടെ നിൽക്കുന്നോ എവിടെ നിൽക്കണ്ടയോ എന്നുള്ളത്. പക്ഷേ KPCC-യുടെ പുതിയ പ്രസിഡന്റ് വാദം അതായിരുന്നോ? മുസ്ലിം ലീഗിന്റെ വാദം അതായിരുന്നോ? KPCC-യുടെ മുൻ പ്രസിഡന്റ് വാദം അതായിരുന്നോ? സംഘടനാ കാര്യങ്ങളുടെ ജനറൽ സെക്രട്ടറി ചുമതല വഹിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അയാളുടെ വാദം അതായിരുന്നോ? അതായിരുന്നില്ലല്ലോ. ഞാൻ ഇതിനകത്തൊന്നും അഭിപ്രായം പറയുകയില്ല. പക്ഷെ കോൺഗ്രസ് പ്രതിനിധികളുടെ നേതൃത്വത്തിന്റെ ഭാഗമായി പരിലസിക്കുന്നവരുടെ ആകെ പ്രതികരണം ഇതായിരുന്നു. ആ പ്രതികരണങ്ങളൊന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളോട് ചേർന്ന് നിൽക്കുന്നതേ ആയിരുന്നില്ല എന്ന് സൂചിപ്പിച്ചതാണ്. പിന്നെ ഇതിൽ കേരളത്തിൽ രാഷ്ട്രീയം സത്യസന്ധമായി യുക്തിസഹമായി ചർച്ച ചെയ്യുന്നവർക്ക് മുമ്പിൽ അല്പം ഹാസ്യാത്മകമായ ഒരു കൗതുകമുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാകില്ല. കാരണം എന്താണ്?
ഇപ്പോൾ നിലത്ത് വീണ എൻ്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയപ്പെടുന്നയാളും അദ്ദേഹം പരാതി പറയാൻ ചെയ്യുന്നയാളും പരാതി പരിഹരിക്കാൻ നിൽക്കുന്നയാളും ഒക്കെ കേരളത്തിൽ പിണറായിസം എന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ച കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും അതുവഴി അതിന്റെ പ്രതീകമായിട്ടുള്ള പിണറായി വിജയന്റെയും അന്ത്യം രാഷ്ട്രീയമായി എടുത്തിട്ടേ ഞങ്ങൾ ഈ പണി നിർത്തൂ എന്ന് പ്രഖ്യാപിച്ച് നടന്നവരാണ്. അവരാരും ഇപ്പൊ അവരുടെ പദവിയിലില്ല എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം സത്യസന്ധമായി വിലയിരുത്തുന്നവർക്ക് ഹാസ്യാത്മകമായി കണ്ടു ചിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്നിട്ട് വീണ്ടും ഈ നിലമ്പൂർ മുൻ MLA-യുടെ അതേ പ്രതികരണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി എന്താണ് പറയുന്നത്? ഞങ്ങൾ ഈ പിണറായിസത്തെ അവസാനിപ്പിക്കും. എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി പിണറായിസം? ഇന്നിതാ 986.02 കോടി രൂപ നവകേരള സദസ്സിലൂടെ സ്വീകരിക്കപ്പെട്ട മുഴുവൻ പരാതികളെയും പരിഹാരം കാണുന്നതിന് ഒരു നിയോജക മണ്ഡലത്തിന് 7 കോടിയിൽ കുറയാത്ത തുക വകുപ്പ് പ്രകാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. അതാണോ അങ്ങ് സൂചിപ്പിച്ച പിണറായിസം? കുടിശ്ശിക അടക്കമുള്ള സാമൂഹിക അത്തരം വിഷയങ്ങളിലേക്ക് എന്താണ് 65 ലക്ഷം എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം. എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ആദ്യം നമുക്ക് അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം അത്തരം വിഷയങ്ങളിലേക്ക് വരാം. തുടരണം അങ്ങ്. ശ്രീ ശങ്കുട്ടിദാസ്, ഇന്നിപ്പോ ബീന ജോസഫ് എന്ന മലപ്പുറത്തെ നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവിനെ BJP നേതാക്കൾ സ്ഥാനാർത്ഥിയാക്കാൻ പുറപ്പെട്ടതായി വാർത്ത കണ്ടു. ഞാനില്ല എന്ന് അവർ പറയുകയും ചെയ്തു. BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നതിനാണ്? BDJS പറഞ്ഞു ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് BDJS നിലപാടെടുത്തു. ഇവിടുത്തെ മത്സരം അപ്രസക്തമാണ് എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്നും ആദ്യം നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടുത്തെ മത്സരം അപ്രസക്തമാണെന്ന് പറഞ്ഞു. MT രമേശ് മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായും തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രന് സാമാന്യം മെച്ചപ്പെട്ട 15,000-ന് മുകളിൽ വോട്ട് പോൾ ചെയ്ത ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എന്തിനാണ് ഇത്രയധികം ശങ്ക എന്ന ഒന്നാമത്തെ വിഷയം. ഇത്രയും ആളെ കിട്ടാനില്ലെങ്കിൽ നമ്മുടെ PV അൻവറിന് വേണ്ടി അവിടെ ഫ്ലക്സ് ഒക്കെ ആയിട്ടുണ്ട്. അൻവറിനെ ഒരു കൈ നോക്കിക്കൂടെ ബീന ജോസഫിനെ നോക്കിയതുപോലെ? ഒന്നാമത്തെ അങ്ങയുടെ ചോദ്യം ബീന ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ചെന്ന് MT രമേശ് കണ്ടു എന്നുള്ളതാണ്. അത് ശ്രീ MT രമേശ് തന്നെ നിഷേധിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ DCC സെക്രട്ടറി എങ്ങനെയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുക? ഞാനൊരു രാഷ്ട്രീയ ആവശ്യവുമായിട്ടല്ല അവരെ ചെന്ന് കണ്ടിട്ടുള്ളത്, ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ ഒരു കേസിന്റെ ആവശ്യാർത്ഥമാണ് അവരെ പോയി കണ്ടത് എന്നാണ് പറഞ്ഞത്. ശ്രീ ബീന ജോസഫും മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് അവിടെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയുന്നിട്ടുള്ളതല്ല. അതൊരു വക്കീൽ ഓഫീസിനുള്ളിൽ പ്രിവിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വക്കീലും കക്ഷിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ പാടാത്തതാണ് എന്നാണ് ശ്രീ ബീന ജോസഫും പറയുന്നതായി കേട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും ശ്രീ PV അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആയിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. VS ജോയിയുടെ പേര് തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പരിഗണിക്കപ്പെടേണ്ട ഒരാളാണ് ശ്രീമതി ബീന ജോസഫ്. അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപമോ പാർട്ടിക്കുള്ളിൽ ഉണ്ടോ? അപ്പോൾ ഈ MT രമേശിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അത് പാർട്ടി നേതൃത്വവുമായിട്ടുള്ള ഒരു ബാർഗെയിനിങ്ങിന്റെ ഒരു അവസരമാക്കി മാറ്റിയതാണോ, അതിന്റെ ഭാഗമായിട്ടുള്ള കോംപ്രമൈസും സെറ്റിൽമെന്റുമാണോ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ നടത്തിയത്? അതൊന്നും എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലെ നിലപാട്, ഞങ്ങൾ അവരോട് സ്ഥാനാർത്ഥിയാവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് ആയിട്ടുള്ള DCC സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു നിലപാട് BJPക്ക് ഇല്ല. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് ഒരു പാർട്ടിയുടെ നിലപാട് എന്താണ്, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള പാർട്ടിയുടെ അഭിപ്രായം എന്താണ്, അത് ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്താണ്, നടപടി എന്താണ്, അത് രണ്ടാമത്തെ കാര്യമാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ പാർട്ടികൾക്കും ഒരു നിലപാടുണ്ടാവും, ഒരു അഭിപ്രായം ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അനാവശ്യമായിട്ട് നിലമ്പൂരിനും കേരളത്തിനും മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നിലയിൽ ഗുണപരമായിട്ടുള്ളൊരു മാറ്റം വരുത്തുന്ന തെരഞ്ഞെടുപ്പല്ല. കേവലം 7 മാസത്തേക്ക് വേണ്ടി മാത്രം ഒരു MLA തിരഞ്ഞെടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാമെന്നല്ലാതെ നിലമ്പൂരിനോ കേരളത്തിനോ ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇത് ചെയ്യുന്നില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-ക്ക് ഒരു പദ്ധതി നടപ്പാക്കാനുള്ള സമയം പോലും അവിടെ കിട്ടുന്നില്ല. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലോ മുന്നണികളുടെ ബലാബലത്തിനോ സർക്കാരിന്റെ തുടർച്ചയ്ക്കോ ഏതെങ്കിലും നിലയിലുള്ള മാറ്റം വരുത്തുന്നില്ല. ആ നിലയിൽ ഇവിടെ ഒരാളുടെ രാജിയെ തുടർന്നുണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, അപ്രസക്തമാണെന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ BJPക്ക് മാത്രമല്ല ഈ പാർട്ടികൾക്ക് എല്ലാവർക്കും സമാനമായിട്ടുള്ള നിലപാടുണ്ടാവും. എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് കേരളത്തിലെ 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പ് ഒരു ശല്യമായി, ഒരു അനാവശ്യമായി, ഇതൊരു ബുദ്ധിമുട്ടായി എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ മത്സരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ വിഷയമാണ്
ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്ത്, നിലപാട് എന്തെന്നുള്ളത്. BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു നിലപാടേ എടുത്തിട്ടില്ല. ചില മാധ്യമങ്ങൾ സ്വന്തം നിലയിൽ BJP പ്രസിഡന്റിന്റെ പരാമർശത്തെ ആ നിലയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വോട്ടുള്ള മണ്ഡലമാണ്. വോട്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ K. സുരേന്ദ്രന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച സമയത്ത് 17,500 വോട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശ്രീമതി നവ്യ ഹരിദാസ് മത്സരിച്ച സമയത്ത് 13,200 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്രയേറെ വോട്ടുകൾ കിട്ടിയിട്ടുള്ള ചരിത്രമില്ല. 2014 4,500 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. 2016 ആയപ്പോൾ BDJSന്റെ ശ്രീ ഗിരീഷ് മേക്കാട്ട് മത്സരിച്ച സമയത്താണ് നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്, 12,484 വോട്ട് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 2021 BJPയുടെ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ച സമയത്ത് വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, 8,500 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ BJP സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുകയാണോ വേണ്ടത്, BDJSന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണോ വേണ്ടത്, അതോ പൊതുസമ്മതനായിട്ടുള്ളൊരു സ്വതന്ത്രനെയാണോ നിർത്തേണ്ടത്? ഇതെല്ലാം പാർട്ടിയുടെ പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട സമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നോക്കൂ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭിപ്രായം പറയേണ്ട 1, 2, 3 എന്ന് വേണ്ടി നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം അഭിപ്രായം പറയേണ്ട പാർട്ടി ആരാ? LDF. LDFന്റെ സിറ്റിംഗ് സീറ്റാണിത്. 10 കൊല്ലമായിട്ട് LDFന്റെ MLA ഉള്ള മണ്ഡലമാണിത്. ആ മണ്ഡലത്തിൽ LDF ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആക്ഷേപം LDFന് നേരെ ഉന്നയിക്കപ്പെടുന്നില്ലല്ലോ. രണ്ടാമതോടെ തീരുമാനം പറയേണ്ട ആൾ PV Anwar ആണ്. 10 കൊല്ലമായിട്ട് അവിടുത്തെ MLA ആയിട്ടിരിക്കുന്ന ആൾ PV Anwar. PV Anwar ഇപ്പോഴും ആ കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. മൂന്നാമത് നിൽക്കുന്ന കോൺഗ്രസ് മാത്രമാണ് അവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന് അങ്ങനെ സമയമെടുത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള ലക്ഷറി ഇല്ല. ഓരോ ദിവസം കഴിയും തോറും വിമതന്മാരുടെ എണ്ണം കൂടി വരുന്ന ഒരു പ്രവണത അവിടെ ഉള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് വരുന്ന വിമതസ്വരങ്ങളെ മുഴുവൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ തർക്കിക്കാനുള്ള സമയമില്ല, അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞ് ഒതുക്കുകയും ചെയ്തൊരു ശൈലി ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഞങ്ങൾ മതിയായിട്ടുള്ള ആലോചനകളും പരിഗണനകളും അവിടുത്തെ എല്ലാ സാധ്യതകളും ആരാഞ്ഞതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുന്ന സമീപനം എന്താണോ ആ സമീപനമായിരിക്കും സ്വീകരിക്കുക. തീർച്ചയായിട്ടും അടുത്ത ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJP ഉണ്ടാവും. ശരി, ശ്രീ NP ചേക്കുട്ടി, അൻവർ സിറ്റിംഗ് MLA ആണ്. ആര്യാടന്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ച് നിലമ്പൂർ LDFന് വേണ്ടി തിരിച്ചുപിടിച്ച ആളാണ്. ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം അൻവറിനുണ്ട്. പക്ഷേ അദ്ദേഹം അത് കളഞ്ഞു കുളിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ അനാവശ്യ സമയത്തെ അനാവശ്യമായ പ്രകോപനങ്ങൾ മൂലം. ഇപ്പോൾ നമ്മൾ LDFന്റെ ഒരു വോട്ട് നില എടുത്താൽ തന്നെ അവർക്ക് 2009-ലും 2011-ലും 60,000-ന് മുകളിൽ വോട്ട് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. അൻവർ മത്സരിക്കാത്ത ഒരു ഘട്ടത്തിലും. അൻവറിന് പക്ഷേ 81,000 വോട്ട് വരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ ഒരു ഫാക്ടറാണ്. അൻവർ പ്ലസ് LDF ആണ് കഴിഞ്ഞത് അവിടെ വിജയിച്ചത് എന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ അൻവറിനെ ഒന്ന്, അൻവർ അപ്രസക്തനാവുന്നുണ്ടോ? 2, അൻവറിനെ വളരെ നിസ്സാരമായി എങ്ങനെയും പ്രകോപിപ്പിക്കാം എന്ന് UDF വിചാരിച്ചാൽ അതും ശരിയാകുമോ? രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, അൻവർ തീർച്ചയായും ഒരു 10-15 വർഷമായിട്ട് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്, കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തെ ഇടതുപക്ഷത്തേക്ക് അവരെ കൊണ്ടുവരികയുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, അദ്ദേഹം ജയിച്ചു. അപ്പോൾ തീർച്ചയായും അൻവറിന് വ്യക്തിഗതമായിട്ട് കുടുംബപരമായിട്ട് ആ പ്രദേശത്തൊരു സ്വാധീനമുണ്ട്, ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം തന്നെയാണ് അൻവർ. പക്ഷേ എവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അൻവർ ഇടതുപക്ഷം വിട്ടതിന് ശേഷമുള്ള കഴിഞ്ഞ 6 മാസക്കാലത്തെ അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒറ്റയാൻ ഒരു പോരാട്ടത്തിനാണ് അദ്ദേഹം ശ്രമിച്ചത്. നമ്മുടെ കേരളത്തെ പോലെയുള്ള വളരെ സംഘടിതമായ രാഷ്ട്രീയമുള്ള വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഒരു എൻറ്റയർ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അധികം ആളുകളെ ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന് ആളുകൾ കിട്ടി. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ കാണുന്നത് അൻവറിൻ്റെ ആ തരത്തിലുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു ശക്തി, ജനപിന്തുണ, ഇത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമേ പൊളിറ്റിക്കലി ഇഫക്റ്റീവായിട്ട് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ അൻവർ സാധാരണ നിലയിൽ അദ്ദേഹം UDFുമായിട്ട് യോജിച്ചു പോകാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അത് കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ പോയി മറ്റു പാർട്ടികളുമായിട്ട് യോജിപ്പുണ്ടാക്കിയത്. പക്ഷേ ഈ സാഹചര്യത്തിലും നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ട
അതായത് കേരളത്തിലെ ഇന്നുള്ള സർക്കാരിനോട് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിരുന്ന പിണറായി വിജയനോട് അദ്ദേഹത്തിനുള്ള കണക്കുകൾ തീർക്കണമെങ്കിൽ ഏറ്റവും ശക്തിയുള്ള പ്രതിപക്ഷ പ്രസ്ഥാനവുമായിട്ട് യോജിക്കുക എന്നുള്ളത് മാത്രമാണ് അൻവറിന് മുമ്പിലുള്ള വഴി. അപ്പം അതിന് അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, പ്രത്യേകിച്ചും മറ്റൊരു പാർട്ടിയുടെ സീറ്റാണത്, കോൺഗ്രസിൻ്റെ സീറ്റാണ്, ആ സീറ്റിനകത്ത് ആരായിരിക്കണം അവരുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലൊക്കെ പരസ്യമായ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു കക്ഷിയിൽ നിന്ന് വന്ന ഒരാൾ പിന്നെ ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അതൊരിക്കലും ഗുണം ചെയ്യില്ല. പൊളിറ്റിക്കലായിട്ട് നമ്മൾ നിലപാടുകളിൽ പോലും മറ്റ് കക്ഷി, പ്രത്യേകിച്ച് നമ്മൾ യോജിക്കാൻ ശ്രമിക്കുന്ന ഒരു കക്ഷിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അൻവറിന് വലിയ ദോഷം ചെയ്തിട്ട്. അതാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ മലപ്പുറത്തും നിലമ്പൂരും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് ആര്യാടനുള്ള കാലത്ത് കടുത്ത സംഘർഷങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പം ലീഗുകാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അമിതമായിട്ടൊരു പരസ്യമായിട്ട് നിലപാടെടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ അൻവറിനോട് അവർക്കൊരു യോജിപ്പുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, അൻവർ കൂടി വന്നാൽ നല്ലതാണെന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ പോലും മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന എന്താ പറയുക ഒരു ഡിപ്ലോമാറ്റിക് സമീപനം ഉണ്ടല്ലോ, ആ സമീപനത്തിൽ നിന്ന് മാറി വളരെ പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ ശൈലി അൻവർ എടുത്തത് അദ്ദേഹത്തെ വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ട്. അത് ആണ് ഇന്ന് അദ്ദേഹത്തിന് എൻ്റെ മുഖത്ത് ചവിട്ടി തുടങ്ങിയ വൈകാരികമായ ഡയലോഗുകൾ. സത്യത്തൊന്നും കോളേജ് ഇലക്ഷനോ സ്കൂൾ ഇലക്ഷനോ ഒന്നും അല്ലല്ലോ, ഇതൊരു ജനറൽ ഇലക്ഷനാണ്. ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അൻവറെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ചിന്തയോടുകൂടി, കുറെ കൂടി എന്താ പറയുക പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള നിലപാട് അൻവർ എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ അൻവർ, എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാലൊക്കെയുള്ള ചർച്ചയ്ക്ക് ശേഷം ആ തരത്തിലുള്ള സമീപനത്തിലേക്ക് അൻവർ മാറി വരും. അല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. തീർച്ചയായും ഓപ്ഷൻസ് അൻവറിനെ സംബന്ധിച്ച് വളരെ 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 പരിമിതമാണ് എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. ശ്രീ രാജു പി നായർ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു അകത്തോ പുറത്തോ അത് അൻവറാണ് തീരുമാനിക്കേണ്ടത്. അൻവർ അനുഗുണമായ നിലപാടെടുത്താൽ ഞങ്ങൾ അദ്ദേഹത്തോടും നല്ല സമീപനം സ്വീകരിക്കാമെന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. അതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നിരിക്കെ ഇന്ന് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതെന്താ? അൻവറിന്റെ പിന്തുണ നിലമ്പൂർ ഇലക്ഷൻ വിജയിക്കാൻ വളരെ നിർണായകമാണ്. അൻവറിനെ പിണക്കിയാൽ തിരിച്ചടി ഉണ്ടാകും, UDF-ന് തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ മുൻ KPCC അധ്യക്ഷനായ കെ സുധാകരനെ സംബന്ധിച്ച് അൻവർ ഇപ്പോൾ UDF-ന്റെ ഒപ്പം നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നൊരു ചിന്ത ഉള്ള ആളാണ് അദ്ദേഹം. മുസ്ലിം ലീഗിനും ആ ചിന്തയുണ്ട്. അപ്പോൾ കോൺഗ്രസിലെ ഒരു പക്ഷം നേതാക്കൾക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് മാത്രം അൻവർ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന നിലപാടെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയധികം കോൺഫിഡൻസ് ഉണ്ടോ? അഭിലാഷ്, അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് എൻ്റെ ബഹുമാനായ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം ഈ എന്താ പറയുക മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അച്ചടി ഭാഷയിൽ സംസാരിച്ച അമാന്യത തിരികെ കയറ്റിയായിരുന്നു. ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിന് മാന്യത ഉണ്ടാവേണ്ടത് ഒരു KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിനനുസരിച്ച് വന്നിരിക്കുന്നതാണ്. അവരെയൊക്കെ അങ്ങനെ KPCC പ്രസിഡന്റ് അവകാശപ്പെടുന്ന വ്യക്തി, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുകയല്ലേ. അത് ഇത്രയൊക്കെ മര്യാദകൾ കാണിക്കോ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. കാരണം കേരളത്തിന് മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണുള്ളത്. കാരണം ഭരണം നടത്തുന്നത് മുഴുവൻ RSS ആണ്. വിഴിഞ്ഞത്ത് ഉദ്ഘാടനത്തിന് ആര് വന്നിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ അധികാരത്തിൽ ഈ പോലീസിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് ആരാണ് എന്ന് വത്സംഗിൽ തെല്ലങ്കേരിയാണ് തീരുമാനിക്കുക. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് CPM പ്രതിനിധിക്ക് ഈ പദവിയൊക്കെ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ വരും. ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ മറ്റേ അച്ഛൻ്റെ മകൾ എന്ന് പറഞ്ഞപ്പോൾ PV താനല്ല എന്ന് അവകാശപ്പെട്ടതുപോലെ ചിലപ്പോൾ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ അതൊക്കെ തങ്ങളുടേതാണെന്ന് വരുള്ളൂ. പിന്നെ ഈ MP ഗോവിന്ദനെയാണ് കാണുന്നത്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് അവകാശപ്പെടുന്നു. അദ്ദേഹം അൻവർ പറഞ്ഞപ്പോൾ പോലും അൻവർ പറഞ്ഞ പരാതിയെല്ലാം ഗൗരവമാണ്, അത് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി ഉയർത്തിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം മനസ്സിലായി അവകാശപ്പെടുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അത് മാറ്റി പറയേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കകത്തുള്ള അഭിപ്രായം കൊണ്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ആ സ്ഥാനത്തിരിക്കുന്നവരാണോ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു സംശയമുണ്ടല്ലോ, ആ സംശയ ദൃഷ്ടിയോടെ മറ്റുള്ളവരെ കാണരുത്. സംശയം വന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ സംശയരോഗം വരുമ്പോൾ എല്ലാത്തിനെയും അതുപോലെ കാണാൻ നോക്കും. അതങ്ങനെ കാണരുതാണ് എനിക്ക് ബഹുമാനപ്പെട്ട CPM പ്രതിനിധിയോട് അത്ര അച്ചടി അല്ലാത്ത ഭാഷയിൽ പറയാനുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യമൊന്നും അല്ല അഭിലാഷേ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ശങ്കുട്ടി ദാസ് പറഞ്ഞല്ലോ, ഞങ്ങൾ ഏതാണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ചപ്പോൾ മുതൽ തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾക്കും അറിയാം, BJP-ക്കും അറിയാം, CPM-നും അറിയാമല്ലോ.
അന്നത്തെ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് വി എസ് ജോയി എന്നുള്ളതും ആര്യടൻ ഷൗക്കത്ത് എന്നല്ലാണ്ട് വേറൊരു പേര് നിങ്ങളാരും ചർച്ച ചെയ്തില്ലല്ലോ. അതിലാര് വേണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. CPM അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും മുറുമുറുപ്പുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഇപ്പോഴും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റുന്ന തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഫീൽഡിലുണ്ടല്ലോ. ഒരു പക്ഷേ CPMന്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഭവന സന്ദർശനം തീരും. ഇവരാരാണ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷെ ഞങ്ങൾ ആദ്യത്തെ റൗണ്ട് ഭവന സന്ദർശനം തീർക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ പാലക്കാട് സരിനെ പോലെ ആരെങ്കിലും കിട്ടുമെന്ന് കിട്ടിയാൽ അവർ നിലമ്പൂർ കിടക്കുകയാണ്. ആരാണ് സ്ഥാനാർത്ഥി? ഇപ്പോൾ എനിക്ക് ഈ പോലീസിനെ കൊണ്ട് മലപ്പുറത്ത് ആ നിലമ്പൂരിൻ്റെ ബോർഡറിൽ കൊണ്ടൊക്കെ ബന്ദോബസ്ത് ഇടണം. കാരണം CPMന്റെ സ്ഥാനാർത്ഥിയാവാൻ പറയുന്നവരൊക്കെ ഇപ്പോൾ നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ വേണമെങ്കിൽ ആയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക. നിങ്ങൾ വലിയ കാഡർ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമൊക്കെ ആണല്ലോ. നിങ്ങൾ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണല്ലോ, നിങ്ങളുടെ കയ്യിലിരുന്നൊരു മണ്ഡലമല്ലേ. ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം കണ്ടുപിടിക്കുക. ഇനി അതല്ല, ശങ്കുട്ടി ദാസ് പറഞ്ഞ പോലെ BJP സ്ഥാനാർത്ഥിയോ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാണോ CPM ഇരിക്കുന്നതാണോ സംശയം. ഒരാലോചിച്ച് നോക്കൂ. വലിയ കൊട്ടും കുരവയും ഒക്കെ ആയിട്ട് മുണ്ടുടുക്കാനും മലയാളം പറയാനൊക്കെ അറിയാവുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായി. ആ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം രാജ്യം ശ്രദ്ധിക്കുന്ന, കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് നാട് പോകാൻ എന്ത് കാരണം കൊണ്ടാവട്ടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം. അഭിലാഷേ, സംശയമില്ലല്ലോ, 19-ാം തീയതി വരെ നമ്മൾ നിലമ്പൂരിൽ ഉത്സവമാണ്, രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ സംസ്ഥാന സർക്കാരിനെതിരെ പറയാൻ കഴിയുന്ന എല്ലാ ആരോപണങ്ങളും വസ്തുത വെച്ച് പറയും. അതിന് UDF-നെതിരെ പറയാനുള്ള ആരോപണങ്ങൾ മുഴുവൻ പറയും. അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് BJP ഒളിച്ചോടും എന്ന് പറഞ്ഞാൽ മടക്കി കുത്തി ഓടിയെന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പോഴും അവർക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾ മത്സരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ. BDS കൊടുക്കുക. BDS ഇപ്പൊ പറയാണ് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം മത്സരിക്കണോ വേണ്ടേന്ന്. ആ ഒരു നിങ്ങൾ എന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എത്ര കാലത്തേക്കുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല, ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് നടക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, നിങ്ങൾ പേടിച്ചോടുന്നു പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. 2026 തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ രാഷ്ട്രീയമായിട്ട് നിലപാടെടുക്കാനോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനോ പോലും വലിയ ആർജവമുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ഈ പറയുന്ന CPM-നും BJP-യും പോലും കഴിഞ്ഞില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന, അഭിലാഷന്റെ പറഞ്ഞപ്പോൾ ഉണ്ടാക്കുന്നല്ലോ, ഓരോരുത്തർ പറയുന്നതിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടിയെടുത്ത് ഒരു വാർത്തയാക്കാൻ നോക്കി. ഇവര് നീലപ്പെട്ടിയും ചുവന്ന പെട്ടിയൊക്കെ ആയിട്ട് പാലക്കാട് കുറെ കറങ്ങി നടന്നല്ലേ. ആ പാലക്കാട് കുറെ കറങ്ങി നടന്നിട്ട് എന്തുണ്ടായി? അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ത്യയിൽ കോൺഗ്രസ് BJP-യോട് പോരാടുന്നത് BJP-യോട് മാത്രമല്ല അവിടുത്തെ മാധ്യമങ്ങളോട് കൂടിയാണ് എന്ന് പറയുന്നത് പോലെ കേരളത്തിലും ചില മാധ്യമങ്ങൾ കൂടി കൂട്ടിക്കെട്ടി മാത്രമേ ആ പോരാട്ടം നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പല മാധ്യമങ്ങളോട് സഹകരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത്. അത്രമാത്രം RSSന്റെ അതേ മാതൃകയിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്ത് ചില സ്ലീപ്പിംഗ് സെല്ലുകൾ CPM-ന്റെ ഉണ്ട്. ആ CPM ഉണ്ടാക്കുന്ന ഗൂഢാലോചനയും കൂടി മറികടന്നുകൊണ്ട് തന്നെ ആയിരിക്കും വിജയം. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഞങ്ങൾക്ക് കൃത്യമായ ആത്മവിശ്വാസം ഉണ്ട് അഭിലാഷേ. ഞാൻ ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇടവേളയ്ക്ക് ശേഷം വരാം ജെയ്ക്സി തോമസിലേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജെയ്ക്സി തോമസ്. ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം LDF-ന്റെ സ്ഥാനാർത്ഥി എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് ഇത് സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ 10 കൊല്ലമായി സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ LDF-ന്റെ സ്ഥാനാർത്ഥി ഇതുവരെ ആവുന്നില്ല. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. നാളെ തെരച്ചിൽ തുടരുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിനെ ഫേസ്ബുക്കിൽ പരിഹസിക്കാൻ കഴിയുന്ന വണ്ണം എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നത്? അതെന്തായാലും ഉജ്ജ്വലമായി. നമ്മുടെ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് തന്നെ അങ്ങ് കോട്ട് ചെയ്തത് ഈ ചർച്ചയിൽ എനിക്ക് നിർബന്ധമായും മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഏത് കാലഘട്ടം കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന ചോദ്യത്തിലേക്കുള്ള മറുപടിയിലേക്ക് കരുത്തു പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് തന്നെ വരാം. പക്ഷെ തൊട്ടു മുമ്പ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധികളുടെ ആശങ്ക, ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹം വിലപിക്കുകയാണ്. കോൺഗ്രസ് പ്രതിനിധികളുടെ സത്യസന്ധമായ രാഷ്ട്രീയ വിലാപത്തെ
ഹൃദയം പകുത്തു കൊടുക്കുമാർ സ്നേഹവായ്പോട് കൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു. ആ വിലാപത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും, ഒരു സംശയം വേണ്ടതില്ല. പക്ഷെ തൊട്ടു മുമ്പ് ബഹുമാനിയനായ BJPയുടെ പ്രതിനിധിയോട് സ്ഥാനാർത്ഥിത്വത്തെയും തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമല്ലേ? അനാവശ്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കണോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഖണ്ഡിതമായൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്നതുള്ളൂ. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്പനാളുകൾക്ക് മാത്രമായിട്ടൊരു നിയമസഭാ അംഗം കേരള നിയമസഭയിലേക്ക് പോയിട്ട് എന്ത് കാര്യം എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. നമുക്കറിയാമല്ലോ, ഈ ചർച്ച ശ്രദ്ധിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ നിലമ്പൂരിൽ മാത്രമല്ല, ഗുജറാത്തിൽ 2 മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ കാളിഗഞ്ചിലും പഞ്ചാബിൽ ലുധിയാന വെസ്റ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് തമിഴ്നാട്ടിലും അതേപോലെ പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഏതാണ്ട് ഒരേ സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ചിൽ ഇതേ സമയത്താണെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാളിഗഞ്ചിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി TMCയോ BJPയോ ഇടതുപക്ഷമോ ആരുമാവട്ടെ, അവർ നിയമസഭാ അംഗമായി ജയിച്ചു പോകേണ്ടതില്ലേ? അവിടെ കാളിഗഞ്ചിൽ നിലമ്പൂരിലെ നിലപാടാണോ BJP പ്രതിനിധി അങ്ങയുടെ പാർട്ടിക്കുള്ളത്? അതോ കാളിഗഞ്ചിൽ ഒരു നിലപാടും നിലമ്പൂരിൽ വേറൊരു നിലപാടും അങ്ങനെയാണോ? ഗുജറാത്തിൽ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ഞാനിതൊന്നും പറയാൻ വേണ്ടി വന്നിരുന്നയാളല്ല. വിസാവതാര എന്ന് പറയുന്നിട്ടുള്ള ഗുജറാത്തിലെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നില്ലേ? അദ്ദേഹം BJP അംഗമായി കൂറുമാറി ആം ആദ്മി പാർട്ടിയുടെ MLA ഇവർ രാജിവെപ്പിച്ചു. ഏത് പാർട്ടിയാണ് അവിടെ ഗുജറാത്തിൽ ഇപ്പോൾ വിസാവതാര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്? ആ പാർട്ടിയുടെ പേരാണ് BJP പ്രതിനിധി സംഘപരിവാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിസാവതാരയിലും കാളിഗഞ്ചിലും ഒക്കെ ഒരു നിലപാട്, കേരളത്തിൽ വാളയാർ ചുരം പിന്നിട്ട് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു നിലപാട്. ആ നിലപാട് വർഗീയതയുടെ വോട്ട് കച്ചവടം 17,000 13,000 ആവട്ടെ, ആ 17,000 13,000 വരുന്ന നിങ്ങളുടെ വോട്ട് കച്ചവടം ഏത് മുന്നണിക്ക് കൊടുത്ത് സഹായിക്കാനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സമീപനത്തെ തുറന്നു കാട്ടേണ്ടതായിട്ട് വന്നത്. ആ നിലപാടേ അല്ല നിങ്ങൾക്ക് വാളയാർ ചുരം പിന്നിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ. അതിപ്പോൾ ED കൊടുത്ത കുറ്റപത്രത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. EDയുടെ ഉന്നത നേതാക്കന്മാർ, ഉന്നത സ്ഥാനീയരൊക്കെ കൈക്കൂലി കേസിൽ പ്രതികളായി ഒരു ഘോഷയാത്ര എന്നതുപോലെ ജയിലിലേക്ക് പോകുന്ന അന്തരീക്ഷം വരുമ്പോൾ നിങ്ങൾ ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. CPIM-നെ പ്രതിയാക്കി കേസെടുക്കുന്ന പോലും തീക്കളിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. എത്ര ED ഉദ്യോഗസ്ഥർ സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നവന്മാർ എത്ര പേരുണ്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉന്നം കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്നുള്ളത് സമീപ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ വിലയിരുത്തുന്ന തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വിത്തിൻ കൊട്ടേഷൻ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഏത് മതനിരപേക്ഷവാദിക്കും ബോധ്യമുണ്ട്. പിന്നെ കോൺഗ്രസ് പ്രതിനിധികളുടെ രാഷ്ട്രീയ വിലാപം, ഇടതുപക്ഷത്തിന് ആളുകളെ കിട്ടുന്നില്ല, സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല അല്ലേ? ഇടതുപക്ഷത്തിന് അന്തസ്സുള്ള സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും. ഏതു തെരഞ്ഞെടുപ്പിലും നിലമ്പൂരാവട്ടെ, കാളികാവിലാവട്ടെ, കിടക്കരയിലാവട്ടെ, പോത്തുകല്ലിലാവട്ടെ, എവിടെയും വന്ന് കഴിഞ്ഞ 9 വർഷക്കാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ എണ്ണി ചൂണ്ടിക്കാണിച്ച് നിലമ്പൂരിലും കേരളത്തിലും സംഭവിച്ച മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് വോട്ട് തേടുന്ന പ്രവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. വിലാപം നടത്തുന്ന കോൺഗ്രസ് നേതാവ് ഞാൻ ഉപദേശിക്കുകയല്ലോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഉപദേശിക്കാൻ എന്നേക്കാൾ വിപുലമായ രാഷ്ട്രീയ അനുഭവവും പക്വതയും പ്രാഗൽഭ്യവും ഒക്കെയുള്ള നേതാവാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി. ഞാൻ പ്രായത്തിൽ അങ്ങയുടെ ഏഴയിലെത്തില്ലതാനും. അപ്പോൾ ഉപദേശം എന്നുള്ള നിലയിലല്ല. പക്ഷെ അങ്ങൊന്ന് ശ്രദ്ധിച്ചോളണം, ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ഇല്ല അയ്യേ എന്ന് ചോദിച്ച് വിലപിച്ച് നടക്കുന്ന സമയത്ത് DCC ജനറൽ സെക്രട്ടറിയുടെ ഓഫീസ് മുറിയിൽ വന്നു പോയത് BJPയുടെ അഖിലേന്ത്യാ നേതാവാണ്. അങ്ങ് സൂക്ഷിച്ചോ. അങ്ങയുടെ കൂട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ ഏത് വർഗീയവാദി വന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നു? ആപ്പിള് കാണിച്ചാൽ കൂടെ പോകുന്ന എത്ര പ്രതിനിധികൾ അങ്ങയുടെ ഓഫീസിലുണ്ട് എന്ന് അങ്ങ് സമയം കിട്ടുമ്പോൾ ഒന്ന് വിശകലനം ചെയ്താൽ മതി. ഞാൻ അങ്ങയുടെ പാർട്ടിയെയോ അങ്ങയുടെ നേതാക്കന്മാരുടെ പ്രതികരണത്തെ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല. BJPക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് നോക്കിയിട്ടല്ല. നിങ്ങൾ കൊന്നുകളഞ്ഞ നിലമ്പൂരിലെ മുൻ MLA സഖാവ് കുഞ്ഞാലിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാകയെ നോക്കിയിട്ടല്ല ഇന്ത്യൻ വർഗീയത സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഇവിടെ നോക്കിയിട്ടാണ് DCC ജനറൽ സെക്രട്ടറിയുടെ സുരക്ഷിതമായ ആഫീസ് നോക്കിയിട്ടാണ് ഇന്ത്യൻ വർഗീയത. നിങ്ങൾ പറഞ്ഞ അതേ RSS
പ്രതീക്ഷയോടുകൂടെ കണ്ണു നട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലല്ല, അത് നിങ്ങളുടെ ഓഫീസിലാണ്. അങ്ങ് വിലാപമൊക്കെ നടത്തിയിട്ട് സമയം കിട്ടുമ്പോൾ ആഫീസിൽ പോയി നോക്കിയാൽ അവശേഷിക്കുന്ന ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടും. പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞു, 2 വാചകത്തിന് ഞാൻ അവസാനിപ്പിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ്, സംഘപരിവാരവുമായി ഞങ്ങളങ്ങ് താരതമ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങളങ്ങ് സമരസപ്പെട്ടിരിക്കുന്നു. എണ്ണമറ്റ ചരിത്രോദാഹരണങ്ങൾ എത്ര പറയാറുണ്ട്. RSS വിലയിട്ട 10 രൂപ വിലയിട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയില് നിങ്ങളല്ലേ എല്ലാ കാലയളവിലും അവരുമായി താതാത്മ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താ? അങ്ങ് ഒരു കാര്യം ശ്രദ്ധിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപദേശമല്ല, ആ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലും, അത് നിലമ്പൂർ നഗരസഭയാവട്ടെ ചുങ്കത്തറയാവട്ടെ എവിടെയുമാവട്ടെ, അവിടെയൊന്നും ദൈവത്തെ ഓർത്ത്, അങ്ങനെ തന്നെ പറയാം, ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്? RSS നേതാവായിട്ടുള്ള ഗോൾവൽക്കറുടെ ചിത്രം ഒരു RSSകാരനും വഴിയിൽ കൊണ്ട് വെക്കാതെ സൂക്ഷിച്ചു കൊള്ളണം. കാരണം എന്താണ്? ചിത്രം കണ്ട അപ്പറങ്ങും, മുട്ടിലടഞ്ഞ് നിലവിളക്ക് കൊളുത്തും, പിന്നെയേ ബാക്കി എന്തുണ്ടാവുകയുള്ളൂ. ആരാണ്? BJPയുടെ പ്രസിഡന്റ് അതിന്റെ കാര്യമല്ല പറയുന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യമാണ് പറയുന്നത്. ചിന്തിക്കുന്നവർക്ക്, മറവികൾ സംഭവിച്ചിട്ടില്ലാത്തവർക്ക് മലയാളത്തിന്റെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട്, അവർക്ക് നല്ല ധാരണയുണ്ട്. ഗോൾവൽക്കറെ കാണുമ്പോൾ സർവ്വതും മറന്ന് മുട്ടിലിഴഞ്ഞ് നിലവിളക്ക് കൊളുത്തി RSSന് സിന്ദാബാദ് വിളിക്കുന്നയാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. അതുകൊണ്ട് ആ ആശങ്കയൊക്കെ പരിഹരിച്ചിട്ട് മതി ഇടതുപക്ഷത്തിന്റെ വികലതകൾ ഏറ്റുവാങ്ങാൻ അങ്ങ് വരേണ്ടത് എന്നാണ് ചുരുങ്ങിയ സമയത്തിൽ ശങ്കുട്ടിദാസ്. ഇവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിനൊരു രാഷ്ട്രീയ സന്ദേശമുണ്ടല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികയാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ തവണ 8000 വോട്ടേ കിട്ടിയുള്ളൂ എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ബാധ്യതയാവേണ്ടതല്ല. ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക, മത്സരിക്കുക, എന്താണ് പൊസിഷൻ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് പ്രതിനിധിക്ക് എത്ര ദിവസം അവിടെ ഓഫീസിലിരിക്കാൻ പറ്റും, ജനങ്ങളെ സേവിക്കാൻ പറ്റും എന്നുള്ളതിലുപരി എന്താണ് കേരളത്തിലെ രാഷ്ട്രീയമെന്ന് അറിയാനുള്ള താല്പര്യവും ഔത്സുക്യവും BJPക്കില്ലേ? നോക്കൂ, നിങ്ങളുടെ എല്ലാം വളരെ മുൻവിധിയോട് കൂടിയിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു താല്പര്യം എനിക്ക് മനസ്സിലാവുന്നത്, BJP മത്സരിക്കുന്നില്ലെന്ന് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു, BJP മത്സരിക്കാനില്ല എന്നൊരു പ്രഖ്യാപനം ഇവിടെ വന്നു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഒരു തീരുമാനം BJP എടുത്തിട്ടില്ലല്ലോ. ഇവിടെ ജൂൺ 2-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരം. അതിനിടയിൽ പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ളൊരു മെക്കാനിസത്തിലൂടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയാണോ മത്സരിക്കുന്നത്, മുന്നണിയാണോ മത്സരിക്കുന്നത്, സ്വതന്ത്രനാണോ മത്സരിക്കുന്നത്, ഇത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇതിലെ തന്ത്രം രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ അവകാശമല്ലേ? കോൺഗ്രസ് രാജ്യത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വന്തം ചിഹ്നത്തിൽ തന്നെയാണോ മത്സരിക്കാറുള്ളത്? അങ്ങനെ ചിഹ്നത്തിൽ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ഓടി ഒളിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജു പി നായരോട് ഞാൻ ചോദിക്കട്ടെ, 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലല്ലോ. വാരാണസി മണ്ഡലത്തിൽ ശ്രീ നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത് സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിനെയല്ലേ അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചത്? അപ്പോൾ കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ ഓടി ഒളിക്കുകയാണോ ചെയ്തത്? നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം കൊടുക്കുകയാണോ ചെയ്തത്? അപ്പോൾ ഇതൊക്കെ മുന്നണി സമവാക്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എടുക്കുന്ന തീരുമാനമാണ്. LDF എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാറുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മണ്ഡലമായിട്ടുള്ള പൊന്നാനി മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമോ? അത് അന്നത്തെ സാഹചര്യത്തിൽ അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ മട്ടിൽ ഇവിടെ ഒരു സാഹചര്യമുണ്ട്. എന്താണ്? നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. BJP മത്സരിച്ചാൽ അതിൻ്റെ പ്രോസ്പെക്ട്സ് എന്ത്? മത്സരിച്ചിട്ടില്ലെങ്കിലുള്ള സാധ്യതകൾ എന്ത്? ഇനി മത്സരിച്ചു വോട്ട് കുറയുകയോ കൂടുകയോ ചെയ്താലുള്ള സാഹചര്യം എന്ത്? ഇതെല്ലാം ഓരോന്നായി നമ്മൾ പരിശോധിക്കുമല്ലോ. BJPക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വോട്ട് K. സുരേന്ദ്രൻ മത്സരിച്ച സമയത്തുള്ള 17,000 വോട്ടുകളാണ്. ഇത്തവണ 17,000 അതിൽ കൂടുതലോ വോട്ടുകളോ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചാൽ അത് ഉണ്ടാക്കുന്ന മൊമെന്റം എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം എത്രയാണ്? അതേസമയത്ത് വോട്ടുകൾ കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന, കേരള പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ്? ഇനി അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ BJP സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതൽ BDJS മത്സരിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. BDJSനോട് 1484 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നിയമസഭയിലേക്ക് കറക്റ്റ് ആണ്. പക്ഷേ ലോക്സഭയിലേക്ക് കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി നടന്ന 2024 നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് കിട്ടിയ വോട്ടാണ്, അവിടുത്തെ താമര ചിഹ്നത്തിൽ തന്നെ പതിഞ്ഞ വോട്ടാണ് ഹയസ്റ്റ് വോട്ട് സോ ഫാർ.
നോക്കൂ, നിങ്ങളിപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അല്ലല്ലോ, നിയമസഭയിലേക്കല്ലേ. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ വോട്ടിനുള്ള മാനദണ്ഡങ്ങളും നിയമസഭയിലേക്കുള്ള മാനദണ്ഡങ്ങളും ഒരുപോലെയാണോ? പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കൂടാറുണ്ട്. കാരണം അവിടുത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. അവിടെ ഇടതുപക്ഷം കുറെ കൂടി അപ്രസക്തമായിട്ടുള്ളൊരു സംഗതിയാണ്. രാജ്യം ആര് ഭരിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും അവിടെ വോട്ട് ചെയ്യാറുണ്ട്. നോക്കൂ, അതേ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഞങ്ങൾ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഒന്നും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു മണ്ഡലത്തിലെ ഒരു വിജയിയെ നിശ്ചയിക്കാനുള്ള ഒരു സംഭവം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള അവസരം കൂടിയാണ്. അത് ഈ പറയുന്ന ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വാർ ഓഫ് മാനോവറിന് മുമ്പ് ഒരു വാർ ഓഫ് പൊസിഷൻ ഉണ്ടല്ലോ. അടുത്ത ഒരു മാസം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചർച്ചയിലെല്ലാം BJP ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്, ആ പൊസിഷൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം രാഷ്ട്രീയ ഡാമേജ് ആണ്. കുറെ കാലം കൊണ്ടൊരു മണ്ഡലത്തിൽ സമാഹരിച്ചുണ്ടാക്കിയിട്ടുള്ള വോട്ടുകൾ, ആ മണ്ഡലത്തിൽ ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സംഘടനാ സംവിധാനം, അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതിന്റെ ഡാമേജ് എത്രയാണ്. അതേസമയത്ത് മത്സരിച്ചൊരു തിക്താനുഭവമാണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ, അവിടെ വോട്ട് കുറയുന്നതാണെങ്കിൽ, പുതിയ നേതൃത്വത്തിനെതിരെയുള്ള പുതിയ കേരളത്തിന്റെ ഒരു പുതിയ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാതിൽക്കലെത്തി നിൽക്കുന്ന സമയത്ത് അത് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിക്കാനുള്ള അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജൂൺ 2-ാം തീയതി ഞങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ശരിയാണ്. ഞങ്ങളുടെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ LDFനോട് കാണിക്കുന്ന സൗമനസ്യം എന്താണ് ഞങ്ങളോട് കാണിക്കാത്തത്? അവിടുത്തെ സിറ്റിംഗ് സീറ്റിൽ അവർക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു പ്രക്രിയയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയേ ഇല്ല എന്ന മട്ടിലുള്ള പ്രചരണത്തിന് അർത്ഥമൊന്നുമില്ല. പിന്നെ ശ്രീ രാജു പിതാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നവർ തന്നെ ജയിക്കുന്നു എന്ന് യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ കുറേ ദിവസമായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം BJPയോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നുണ്ട്. BJPയുടെ ആ നിലമ്പൂർ മണ്ഡലത്തിലെ ശക്തിയെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾ എന്തായാലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളോടുള്ള നല്ല സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒന്നും അല്ല. അതിൽ കോൺഗ്രസ് കാണുന്ന ഗുണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി വന്ന് അവർ പ്രതീക്ഷിക്കുന്ന അളവിൽ ഒരു വോട്ട് ഞങ്ങൾ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമവാക്യത്തിൽ കോൺഗ്രസ് കാണുന്ന രാഷ്ട്രീയ ഗുണം എന്താണ്? അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ മത്സരിക്കുമ്പോൾ അവിടെ CPM കാണുന്ന രാഷ്ട്രീയ ഗുണം എന്താണ്? ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങളുടെ തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ സാന്നിധ്യമായി, സജീവ ശക്തിയായി, കേരളീയ പൊതുസമൂഹത്തിലെ ഒരു നിർണായക കക്ഷിയായി BJP ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അത് സ്വന്തം ചിഹ്നത്തിലാണോ, ഘടകകക്ഷിയുടെ പേരിലാണോ, സ്വതന്ത്രനായിട്ടാണോ എന്നുള്ളതല്ല പ്രശ്നം. ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സമസ്യയിൽ BJP പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. ശരി, ശ്രീ NP ചെക്കുട്ടി, നമ്മൾ നിലമ്പൂരിന്റെ ഒരു ചരിത്രം എടുത്താൽ തന്നെ അതൊരു ടിപ്പിക്കൽ UDF മണ്ഡലമാണ്. സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് ഇടത്തേക്ക് ചാഞ്ഞിട്ടുള്ളത്. കുഞ്ഞാലി ജയിച്ചിട്ടുണ്ട്. സപ്തകക്ഷി മുന്നണിയായിരുന്നു 1967. അതിനുശേഷം പിന്നെ ആര്യാടൻ അപ്പുറത്തുള്ളപ്പോൾ, LDFൽ ഉള്ളപ്പോൾ, UDFലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം അപ്പുറത്ത് ചേർന്ന സമയത്താണ് വിജയം ഉണ്ടായത്. പിന്നീട് TK ഹംസ മുൻ DCC പ്രസിഡന്റ് വിജയിച്ചിട്ടുണ്ട്. പിന്നെ PV അൻവർ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ 2 തവണ വിജയിച്ചിട്ടുണ്ട്. അതിലൊക്കെ പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട്. അതല്ലാതെ രാഷ്ട്രീയമായി മാത്രം ഇടത് മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റായിട്ട് നമുക്ക് നിലമ്പൂരിനെ അതിന്റെ വോട്ട് ഷെയർ പരിശോധിച്ചാൽ പോലും കാണാൻ കഴിയില്ല. അപ്പോൾ UDFനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. അതിനിടയിൽ അൻവർ അതുപോലെയുള്ള ഘടകങ്ങൾ, വിമതത്വം, അതല്ലെങ്കിൽ ഉൾപിരിവുകൾ ഒക്കെ ഒരു തിരിച്ചടിയാവുമെന്നുള്ള തോന്നൽ ഉണ്ടാവുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, മണ്ഡലത്തിൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ അതൊരു പ്രോ UDF മണ്ഡലം തന്നെയാണ്. മഞ്ചേരി, അവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയാലും ശരി, 7 പഞ്ചായത്തുകളാണെന്ന് തോന്നുന്നു. 5 പഞ്ചായത്തുകളും ഇപ്പോൾ UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ LDFൻ്റെ MLA ഇരിക്കുമ്പോൾ പോലും UDFന് ശക്തമായിട്ടുള്ള ജനകീയ അടിത്തറ മറ്റ് തദ്ദേശ സ്വയംഭരണ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവർ കാണിച്ചിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം വളരെ ശക്തമായിട്ടുള്ള വിജയം UDF നേടിയിട്ടുണ്ട്, കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല കാരണങ്ങളാൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് UDFന് അനുകൂലമായിട്ട് രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം അൻവർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളിൽ ആ പ്രദേശത്തിൻ്റെ, ആ സവിശേഷമായ മലയോര പ്രദേശത്തിൻ്റെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം നിരന്തരം വരഞ്ഞുകൊണ്ടിരുന്നുണ്ട്.
അപ്പം അതിൽ ഈ വന്യമൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ വനം വകുപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ യാത്രയുടെ പ്രശ്നങ്ങൾ, പ്രകൃതിയുടെ ദുരന്തങ്ങൾ, അവിടെ നിലമ്പൂർ 2-3 ഉരുൾപൊട്ടലുകൾ സംഭവിച്ചുള്ള സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന, കേരളത്തിലെ സർക്കാരിനെ പറ്റി, കേരളത്തിലെ ഭരണകൂടത്തെ പറ്റി ജനങ്ങൾക്ക് വലിയ പരാതിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അൻവറിനെ പോലെ ഒരാൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഫലപ്രദമായിട്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുക്കണം. ഇതാണ് എനിക്ക് തോന്നുന്നൊരു പ്രശ്നം. അൻവറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിലില്ല എന്താ പറയുക കൺഫ്യൂഷൻസ്. ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ തൻ്റെ വൈകാരികമായ പ്രശ്നങ്ങൾ, ഒരു തരത്തെ സെൻറ്റിമെൻ്റലിസം, ഇതൊക്കെ എവിടെയാണ് ചിലവാകുക? കേരളം പോലെ ഒരു സ്ഥലത്ത്, വളരെ ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ പൊസിഷനുള്ള ഒരു സ്ഥലത്ത് 2 മുന്നണികളായിട്ട് മത്സരം വരുമ്പോൾ സമയത്ത് എപ്പോഴും സംഭവിക്കുന്നത് അതിശക്തമായ പോളറൈസേഷൻ ഉണ്ടാവും. BJPയെ പോലുള്ള ഒരു പോവേഴ്സിന് പോലും പലപ്പോഴും അവരുടെ വോട്ട് പോലും ഭിന്നിച്ചു പോകുന്നത് ഞാൻ പല തവണ അത് കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. BJPക്ക് പോലും അവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് പിടിച്ച്, അത് ശങ്കുട്ടിദാസ് പറഞ്ഞത് ശരിയാണ്. ഈ മത്സരത്തിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം, അത് കറക്റ്റായിട്ടൊരു അസസ്മെൻ്റ് ആണ്. കാരണം വോട്ടുകൾ കുറയാനാണ്. BJPയുടെ സ്ഥാനാർത്ഥിക്ക് നേരത്തെ കിട്ടിയിരുന്ന 2021 കിട്ടിയ വോട്ട് കിട്ടാനിടയില്ല. അത് വോട്ട് മറച്ചു കൊടുത്തിട്ടാണെന്നുള്ള ആരോപണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ അതാണ് ഒരു റിയാലിറ്റി. വോട്ടുകൾ ശക്തമായിട്ട് ഈ 2 മുന്നണികൾക്കിടയിൽ വിഭജിക്കപ്പെടും. ആ ഒരു സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ ഒരു പ്രശ്നം, അൻവറിന് നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനവും ശക്തിയും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു മാറി നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവാനിടയില്ല. കാരണം അൻവർ പ്രശ്നം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ അൻവറല്ല ആരും അതിൻ്റെ 3ാം സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ അവർ സൈഡ് ലൈൻ ചെയ്യപ്പെടും. ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് അൻവർ പോകാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇവിടെ ശ്രീ രാജു പി നായർ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആത്മവിശ്വാസം വേണം, അത് നല്ലതാണ്. പക്ഷെ അത് അമിതമാകാൻ പാടില്ല എന്നുള്ളത് കൂടിയുണ്ട്. നമ്മളിപ്പോൾ അൻവർ എന്നുള്ള കാര്യത്തെ മാറ്റി നിർത്തി പ്രീ അൻവർ എറയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ. ആര്യാടൻ മുഹമ്മദിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ആര്യാടന് 66,331 വോട്ട് കിട്ടിയപ്പോൾ LDFന് 60,733 വോട്ടുണ്ട്. ആര്യാടന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ ക്ലോസ് ആയി വന്ന സ്ഥലമാണ് നിലമ്പൂർ എന്ന ഘടകം അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് 2016 വരുമ്പോൾ അൻവർ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ഷൻ വരുമ്പോൾ UDFന്റെ 2011 വോട്ട് ഷെയർ അതുപോലെ നിൽക്കുകയാണ്. വോട്ട് ഷെയർ അല്ല, വോട്ട് എണ്ണം 66,000 തന്നെ നിന്നു. പക്ഷേ അൻവറിന് തൊട്ട് മുമ്പത്തെ LDF സ്ഥാനാർത്ഥിയേക്കാൾ 17,000 വോട്ട് ഒറ്റ തെരഞ്ഞെടുപ്പിൽ കൂടുമ്പോഴാണ് അൻവർ ആദ്യമായിട്ട് അവിടെ MLA ആവുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ UDF പ്രകാശ് മത്സരിച്ചപ്പോൾ വോട്ട് ഷെയർ നന്നായിട്ട് കൂട്ടി, 78,000 UDFന്റെ വോട്ടെണ്ണം ഉയർത്തി. അപ്പോഴേക്ക് അൻവർ 81,000 അൻവറിന്റെ വോട്ട് ഉയർത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ 2021 2011 താരതമ്യം ചെയ്താൽ 21,000 വോട്ട് LDFന് കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ്. എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായി LDFന്, അത് അൻവറിന്റെ കഴിവും കൂടി ആവാം, വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉപ്പൂപ്പാക്കാർ ആനയുണ്ടായിരുന്നു എന്നുള്ള മട്ടിലുള്ള രാഷ്ട്രീയം കൊണ്ട് മാത്രം അവിടെ ജയിച്ചോളണമെന്നില്ല. ഞാൻ അതിലേക്ക് എത്താം. അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞു വന്നപ്പോൾ അവസാനം വളരെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രമാത്രം BJPയുടെ സ്ഥാനാർത്ഥിയെ വേണം എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് പുള്ളിയുടെ രീതിക്ക് പറഞ്ഞു. അതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. BJP അവിടെ മത്സരിക്കാതിരിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. CPMനെ വിജയിപ്പിക്കുക എന്നുള്ള BJPയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം എന്തായാലും ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറഞ്ഞല്ലോ. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ 2016 BJPക്ക് 29,876 വോട്ടാണ് കിട്ടിയത്. അതേസമയം 2021 വന്നപ്പോൾ അത് 23,750 വോട്ടായിട്ട് 6,000 വോട്ട് കുറഞ്ഞു. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ BJP മത്സരിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയത്തിൻ്റെ നിലപാടിനനുസരിച്ച് വേണം നിലപാടെടുക്കുക. അപ്പോൾ എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ശങ്കുട്ടിദാസ് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ മത്സരിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് CPMന് സഹായകമാകും. അതുകൊണ്ട് CPM ജയിക്കട്ടെ എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ആ അഭിപ്രായമുണ്ട് എന്നോട് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. അതിലെന്തായാലും എനിക്ക് നന്ദിയുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കട്ടെ. പിന്നെ ജെയ്സി തോമസ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഈ മലപ്പുറത്തെ DCC ജനറൽ സെക്രട്ടറിയുടെ മുമ്പിലെ BJPക്കാരെയൊക്കെ നോക്കിയ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അടിയന്തരമായി ഇടുക്കിയിലേക്ക് പോകണം.
എസ് രാജേന്ദ്രന്റെ വീടിന് മുമ്പ് നിൽക്കുന്ന BJP-ക്കാരെയൊക്കെ ഓടിച്ചുവിടാൻ അങ്ങയുടെ ആവശ്യം അവിടെയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അങ്ങോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കേരളത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ, അതുകൊണ്ട് ഒന്ന് അവിടെ പോകുന്നത് നല്ലതായിരിക്കും എന്നാണ്. പിന്നെ അന്തസ്സുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുന്നതാണ്. എനിക്കൊരൊറ്റ അഭിപ്രായം പറയാനുള്ളൂ. അന്തസ്സുള്ള സ്ഥാനാർത്ഥിയെ ഇപ്പം കണ്ടുപിടിക്കുമ്പോൾ 10 വർഷം കഴിഞ്ഞ് അന്തസ്സില്ലാത്തവനായിട്ട് മാറാത്ത സാഹചര്യം നോക്കണം. ഈ PV അൻവറിനെ അന്തസ്സോടുകൂടി കണ്ടുപിടിച്ചാണല്ലോ 10 വർഷം കഴിഞ്ഞപ്പോൾ അന്തസ്സില്ലാതെയായിപ്പോയി. ഇങ്ങനെയുള്ള ഇതൊന്നും അടിച്ചു വന്നിരുന്നിട്ട് കാര്യമില്ല ജയിക്കാൻ. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താ, ഞങ്ങൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നറിയുന്നത് മുതൽ ഞങ്ങളുടെ പാർട്ടി മെഷീനറി മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അഭിലാഷേ. ഞങ്ങൾ കൃത്യമായിട്ട് വോട്ട് ഞങ്ങൾ ചേർത്ത വോട്ടിന്റെ 4/1 CPM-നോട് പുതിയതായിട്ട് ചേർക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളവിടെ കൃത്യമായിട്ട് ഞങ്ങളുടെ മുഴുവൻ മെഷീനറി ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നോക്കൂ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ മുഴുവൻ മെഷീനറി പുറത്താണ്. ഞാനതാ പറഞ്ഞത്, ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു റൗണ്ട് ഭവന സന്ദർശനം കഴിയും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. നിങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ പാലക്കാട് എത്ര വോട്ടുണ്ടായിരുന്നു BJP-ക്ക്, എന്നിട്ട് എന്താ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടിന്റെ വോട്ട് 12,000 13,000 വോട്ട് താഴത്തേക്ക് പോയത്? ഞങ്ങൾ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തി, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി, ഞങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയി, ജനങ്ങളെടുത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തി. ഇവരെത്രമാത്രം ആ രാഷ്ട്രീയത്തെ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള അപവാദ പ്രചരണവും കള്ളത്തരവും പാതിരാ നാടകം ഇവരൊരുമിച്ച് നിന്ന് നടത്തിയപ്പോഴും ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം എത്തിക്കാൻ, നറേറ്റീവ് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ നറേറ്റീവ് വർക്കൗട്ടായി. അതുകൊണ്ട് എന്താ 7 റൗണ്ട് കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ് ലീഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലക്കാട് 3ാമത്തെ റൗണ്ട് മുതൽ ഞങ്ങൾ ലീഡ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ BJP-യുടെ വോട്ടുകളെ ഇല്ലാതെയാക്കി. ആ വിശ്വാസം എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയിട്ട് ചർച്ച അവസാന ഘട്ടത്തിലാണ്. ജേക്കിനും ശംഖുവിനും ഓരോ അവസരം കൂടി. ശ്രീ ജേക്സി തോമസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ലിറ്റ്മസ് ടെസ്റ്റാണ്. അപ്പോൾ സർക്കാരിനെ എങ്ങനെ ജനങ്ങൾ നോക്കിക്കാണുന്നു? ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ മികച്ച നിലയിലാണ് 2021-ലേക്കാൾ എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. മറിച്ചാണെങ്കിൽ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ നെഗറ്റീവ് മാർക്കിട്ട് തുടങ്ങിയെന്ന് സമ്മതിക്കുമോ? അല്ല, അത് ആ ചോദ്യത്തിനുള്ള മറുപടി ഇതിനോടകം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആവർത്തിക്കണമെങ്കിൽ അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ വളരെ ചെറിയ കാര്യം, 2 വാചകങ്ങൾ പ്രതികരിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ ആകെ ആശങ്ക വീണ്ടും സ്ഥാനാർത്ഥി ഇവിടെ എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനൊക്കെ ശേഷം ചേരുന്ന നേതൃയോഗങ്ങൾക്ക് ഒടുവിലാണ് 30-ാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക. 1-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉയർന്ന രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങേക്ക് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം, ഒരു സംശയവും വേണ്ടതല്ല. കാരണം എന്താണ്, ഇത് സഹോദരനും സഹോദരിയും അളിയനും അമ്മായും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്ത് തന്നിട്ട് അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും സംഘടനാ ശൈലി. അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തമ്മിലുണ്ട്. ഞാനത് പറയാൻ വേണ്ടി ഇരുന്നതല്ല. പക്ഷെ 1 മണിക്കൂറായിട്ട് സ്ഥാനാർത്ഥി ഇവിടെ എന്ന് ചങ്ക് തല്ലി അങ്ങയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. കുടുംബത്തിൽ സഹോദരി അളിയന്മാരും അപ്പൂപ്പനും അമ്മായിയും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല കേരളത്തിലെ CPM-ന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവലംബിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗം അങ്ങ് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്, അങ്ങ് വീണ്ടും പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്സ് ഇതാണോ? അല്ല, ഞാൻ തർക്കത്തിനില്ല. ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്സ്. ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്സ്. ഞാൻ കുടുംബാധിപത്യത്തെ സംബന്ധിച്ച് ഞാനൊരു വാക്കിനൊരു വാചകത്തിൽ സൂചിപ്പിച്ചപ്പോ അങ്ങയുടെ പ്രതികരണത്തിന്റെ ശൈലി എന്താണ്? എന്നിട്ട് അങ്ങയുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയ അന്തസ്സിന്റെ ക്ലാസ് ഞങ്ങളെല്ലാവരും ഏറ്റുവാങ്ങണമെന്നാണ് പറയുന്നത്. അതിന് തൽക്കാലം സൗകര്യപ്പെടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന ശൈലിയല്ല ഇന്ത്യയിൽ CPM-നും ഇടതുപക്ഷത്തിനുമുള്ളത്. അത് അങ്ങ് മാന്യമായി അവസാനം അങ്ങനെ പറയുന്നത് കേട്ട് കൈയടിക്കാൻ നടക്കുകയാണ്. എവിടെ PV അൻവറിനെ കുറിച്ച് PV അൻവറിന്റെ പരാതി ഗൗരവകരമാണെന്ന് പറഞ്ഞ ആ ഗൗരവോടെ പോയി LDF-ന്റെ കൺവീനറോടെ പോയി എങ്ങനെയാ PV അൻവറിന്റെ ഗൗരവം ഇല്ലാതെയായി പോയത്? ആ അച്ഛനും മോളും വന്നപ്പോഴല്ലേ? അല്ല, അങ്ങേക്ക് അത് പറയുമ്പോൾ പൊള്ളുന്നത് എന്തിനാണ്?
നിങ്ങൾക്ക് ആർക്കും ആ കാര്യത്തിനകത്തൊരു റോളില്ല എന്നുള്ളത് അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പി വി അൻവർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് പറഞ്ഞ നിങ്ങളുടെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് ആ ക്ലിഫ് ഹൗസിൽ നിന്ന് ആ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നമുക്ക് കേവല വാക്തർക്കം വിടാം. തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിക്കേണ്ട കാര്യമല്ലേ? ഇതുപോലെ പ്രസംഗത്തിലൊക്കെ ഇതൊരു ചർച്ചയല്ലേ? ചീത്ത വിളിച്ചാൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അത് സംവാദമല്ലേ? നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അങ്ങ് ദയവായി മനസ്സിലാക്കണം. CPIM-ന്റെ നേതാക്കന്മാരെ പള്ളു പറഞ്ഞാൽ തീരുന്ന കുഴപ്പമല്ല. അങ്ങയുടെ അഭിപ്രായത്തിനും കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായത്തിനും അത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അത് എന്നെ ചീത്ത വിളിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. അത് ക്ലിഫ് ഹൗസിനെ നോക്കി രണ്ട് ഇല്ലാമതിനും പറഞ്ഞാൽ തീരുന്ന കുഴപ്പമല്ല. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങൾ വിമർശനം ഉയർത്തി പരിഹരിക്കേണ്ട കുഴപ്പമാണ്. നിങ്ങൾ കാണിക്കുന്ന മാന്യതക്കനുസരിച്ച് മാത്രമേ ഇപ്പുറത്തുനിന്ന് മാന്യതയുള്ളൂ. കേവല വാചാടോപങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കവലപ്രസംഗങ്ങളിലാകാം. ഒരു പൊതു സംവാദമാകുമ്പോൾ കൂടുതൽ വസ്തുതകളല്ലേ പറയേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും റട്ടറിക്കലായി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അപ്പൊ രണ്ടുപേരും അവസാനിപ്പിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പൊ വരുന്ന ഒരു അതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. എന്തായാലും PV അൻവറിനെ കാണാൻ KC വേണുഗോപാൽ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അൻവറിനെ കാണില്ല എന്ന് പറയുന്നു. സംസ്ഥാനത്ത് കൊള്ളാവുന്ന നേതാക്കളൊക്കെ ഉണ്ട്. തീരുമാനമെടുക്കുന്ന അല്ല പരിഹസിക്കേണ്ടത്. അതല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വസ്തുതയാണ് പറയേണ്ടത്. ശരി. എന്തായാലും അമൽ ബാന്ധവനായി അവതരിക്കുമെന്ന് വിചാരിച്ച KC വേണുഗോപാൽ പിൻവാങ്ങുകയാണോ? അത് അൻവറിന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. പുതിയ അപ്ഡേറ്റ് വരുന്നത് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്ന നിലപാട് KC എടുക്കുന്നു എന്നുള്ളതാണ്. KCയുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് നമുക്ക് സൂപ്പർ പ്രൈം ടൈം അവസാനിപ്പിക്കാം. എന്തായാലും ഈ വിഷയമായിരുന്നല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയുന്നത്. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ. അതൊന്നും നിങ്ങൾ പറയാതെ അത് നിങ്ങൾ പറയുന്നതല്ലേ. ഡൽഹിക്ക് തിരിച്ചു പോവുകയാണ് KC. അപ്പോൾ അൻവറിന്റെ വിലാപങ്ങൾ ആര് കേൾക്കാൻ? നമുക്ക് ഒരുപക്ഷെ നാളെ അതിന്റെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കിട്ടുമായിരിക്കും. വളരെ നന്ദി 4 പേർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.